പെരുവനം നമുക്കിപ്പോൾ ഇപ്പോൾ കുട്ടന്മാരാർ ചേരുകയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കും ഇതിനകത്തുള്ളൊരു താളം. കാരണം ഈ സാംസ്കാരിക നഗരത്തെ സംബന്ധിച്ചിടത്തോളം താളമേളങ്ങളുടെ കൂടി ഒരു നാടാണ്. അതുകൊണ്ട് തന്നെയാണ് ആവേശത്തിൽ നിന്നുകൊണ്ട് ആരും ഒന്ന് തുള്ളിപ്പോകുന്ന ആ താളത്തിനൊപ്പം നിന്ന് ആവേശം ഉൾക്കൊള്ളുന്ന തരത്തിലേക്കാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം, കൈരളിയിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ രണ്ടാമത്തെ ആവേശത്തിലാണ്. കാരണം പൂരം കഴിഞ്ഞു, ഇനി പുലികളി എന്ന പൂരത്തിലേക്ക് പോവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ആദ്യഘട്ടം, എൻ്റെ ഒരു താളമേളത്തിൻ്റെ കാര്യം. തൃശ്ശൂരിൽ നിന്ന് കേട്ട പൂരം അല്ലെങ്കിൽ പുലിക്കളി. പൂരം കഴിഞ്ഞാൽ പുലിക്കളിയാണ് തൃശ്ശൂരിന് അഭിമാനമായിട്ടുള്ളത്. പുലിക്കളിയുടെ താളം എന്ന് പറയുന്നത് ഓരോ താളത്തിൻ്റെ ഉത്ഭവം തന്നെ പ്രകൃതിയിൽ നിന്നാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന താളം മനുഷ്യ മനസ്സിൻ്റെ ഹൃദയമിടിപ്പുമായി ചേർത്തുകൊണ്ട് മനുഷ്യ മനസ്സിനെ അടിപ്പ് പോലെ വ്യവസ്ഥാപിതമായ താളപദ്ധതികളിലൂടെയാണ് ഓരോ താളവും ചിട്ടപ്പെടുത്തിയത്. അത് തൃശ്ശൂർ പൂരത്തിൻ്റെ എലിഞ്ഞിത്തറ മേളമായാലും മടത്തലൂർ പഞ്ചവാദ്യാലും താളാധിഷ്ഠിതമാണ്. അതുപോലെ പുലിക്കളിക്കും പ്രകൃതി, പുലി എന്ന് പറയുന്നത് ഒരു വന്യമൃഗമാണ്. ആ മൃഗത്തിൻ്റെ വേഷം കെട്ടിക്കൊണ്ട് മനുഷ്യർ പുലികളായി അവതരിക്കുമ്പോൾ ആ കഥകളിക്ക് വേഷങ്ങൾ വരുമ്പോൾ ചെണ്ടയും മദ്ദളവും അകമ്പടി സേവിക്കുമ്പോൾ ആ കഥകളി പൂർണ്ണതയിലെത്തുന്നത്. അതുപോലെ ഈ പുലിക്കളി പൂർണ്ണതയിലെത്തുമ്പോൾ പുലിയുടെ രൂപത്തിൽ മനുഷ്യൻ പുലിയായി വരുമ്പോൾ ആ പുലിയുടെ നൃത്തത്തിന് അല്ലെങ്കിൽ പുലിയുടെ ചലനങ്ങൾക്ക് യോജിക്കും വിധത്തിലൊരു താള പദ്ധതി അവർ രൂപപ്പെടുത്തിയിട്ടാണ്. അത് അടിസ്ഥാന താളം ആയിട്ട് ഇവർക്ക് നൃത്തം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ചീട്ടപ്പെടുത്തിയത്. അത് പതിഞ്ഞ കാലത്തിൽ കൊട്ടും മുറുകിയ കാലത്തിൽ കൊട്ടും. മനുഷ്യ മനസ്സും പുലികളും ജനവും ഒന്നായി തീരാനുള്ള ഒരു ബന്ധമാണ് ഈ താള പദ്ധതി. അവർ കൊട്ടുമ്പോൾ ദിമുക്കും ഇത് നൃത്തം ചെയ്യും. അത് ചെയ്യുമ്പോൾ പതിഞ്ഞു കൊട്ടും, വേഗം നൃത്തം ചെയ്യുമ്പോൾ വേഗം കൊട്ടും. അപ്പം ജനങ്ങൾ അതേപോലെ തന്നെ അതുമായിട്ട് എന്താ പറയണേ ഒന്നായി തീരുന്ന അവസ്ഥയിലേക്ക് എത്തും. അത് വാ കൊണ്ടും കൈ കൊണ്ടും ഒന്ന് അതിൻ്റെ ഒരു താളം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് അങ്ങേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ താളത്തിനനുസരിച്ച് നിങ്ങൾക്ക് തുള്ളാനുള്ള ഒരു താളം തെറ്റാതെ തന്നെ തുള്ളി വരണമല്ലോ. താളം തെറ്റാതെ തുള്ളി വരണം. ഒരുമിച്ച് കളിച്ചാലാണ് അതിൻ്റെ ഭംഗിയും കാര്യങ്ങളും കിട്ടുള്ളൂ. എല്ലാ കലാകാരന്മാരും ഒരുമിച്ച് കൊട്ടുമ്പോൾ ഒരുമിച്ച് താളം തള്ളി കളിയാണ് നമ്മുടെ കളി വരുന്നത്. ഇപ്പം നമ്മൾ പൂർണ്ണയ്ക്ക് എത്തിയിട്ടില്ല. ഇപ്പം അതിൻ്റെ കുണങ്ങി വരുന്നുള്ളൂ. ഇപ്പം നമുക്ക് കാണിച്ചു തരാൻ പറ്റാത്തൊരു സ്റ്റൈലാണ് നിൽക്കുന്നത്. പറഞ്ഞ പോലെ ഈ താളത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രധാനം. കാരണം ഇവർ താളത്തിനൊത്ത് തുള്ളുമ്പോൾ ആദ്യമായി എന്നുള്ള ഒരു പ്രതീക്ഷ ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അവരതിൽ ഇഴുകിച്ചേർന്ന് അങ്ങ് പറഞ്ഞതുപോലെ ആ പ്രകൃതിയോടുള്ള താളത്തിനോട് ഇഴുകിച്ചേർന്നുകൊണ്ടാണ് അവരുടെ ഒരു സ്റ്റെപ്പ് വയ്ക്കൽ. അതിനെന്തെങ്കിലുമൊക്കെ താളവുമായിട്ട് എന്തെങ്കിലും ഒരു റിഹേഴ്സൽ അങ്ങനെ എന്തെങ്കിലും നടത്തി വരില്ല. ഈ താളം കൊട്ടുന്നവർ ചെണ്ടയുണ്ട്, തപ്പുണ്ട്, ഇലത്താളമുണ്ട്, മറ്റു വാദ്യോപകരണങ്ങൾ ചേർന്നിട്ടാണ് ഇവർ കൊട്ടുന്നത്. അവരൊക്കെ ഇത് പഠിച്ച താളമുള്ളവരായിരിക്കണം. മനുഷ്യന് താളമുണ്ട്, ഹൃദയ താളം. ആ താളത്തിനെ ബേസ് ചെയ്തുകൊണ്ട് പുലിക്കളിക്ക് പാകത്തിനുള്ള താളം കൊട്ടാൻ പഠിച്ചവരാണ് പുലിക്കളിക്ക് താളം കൊട്ടാൻ വരുന്നത്. അവർ പഠിച്ചിട്ട് റിഹേഴ്സലല്ല, അവർ പഠിച്ച് റിഹേഴ്സൽ വേണ്ട. പുലി നൃത്തം ചെയ്യാൻ തുടങ്ങിയാൽ അവർ ആ താളത്തിന് കൊട്ടും. തീർച്ചയായും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ആ ഒരു താളമേളങ്ങളുടെ കൂടെ വളരെയധികം നന്ദി.